സൽമാനെ, ഇന്നലെ നിങ്ങളുടെ മുറിയിൽ ഞാൻ വന്നപ്പോൾ നിങ്ങൾ പുകവലിയെ പറ്റി ഒരു കമൻറ്റ് പറയുന്ന കേട്ടു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതേപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഒരു 30 വയസ്സുള്ള പയ്യൻ ഹി വാസ് സ്മോക്കിംഗ്. സോ ഞാൻ മൂപ്പരെടുത്ത് പറഞ്ഞു പുകവലി വളരെ നല്ലതാ, പെട്ടെന്ന് തീരുമാനമാവാൻ, തട്ടിപ്പോവാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പുകവലി തുടരാം. അതാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്. അവനൊന്ന് ഞെട്ടി. പക്ഷെ ദാറ്റ്സ് ദ ഫാക്ട്. മൂപ്പർ പറഞ്ഞൊരു കാര്യം, ഡോക്ടർ ഞാൻ ഒരു സിഗരറ്റ് മാത്രമേ വലിക്കുന്നുള്ളൂ, അതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പന് ഡെയിലി 3 പാക്കറ്റ് വലിക്കുന്നതിന് അയാൾക്ക് പ്രശ്നമൊന്നും, 90 വയസ്സായി. ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. അപ്പോൾ വാട്ട് പീപ്പിൾ നീഡ്സ് ടു നോ ഇസ് ദാറ്റ് ഒരു സിഗരറ്റ് പോലും വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത 50% വർദ്ധിക്കുന്നു, ആ റിസ്ക്. ഇപ്പോൾ 1 സിഗരറ്റ്, അപ്പോൾ അയാൾക്ക് ഒരു ജനറ്റിക് ആയിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്കോ ഹൃദ്രോഗം വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ ഒരു സിഗരറ്റ് മതി. അപ്പോൾ സൽമാൻ, എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും, ഈ പെട്ടെന്ന് ഒരു സിഗരറ്റ് വലിച്ചാൽ എന്താ സംഭവിക്കുന്നത്, ഒരുപാട് സിഗരറ്റ് പല നാളുകളായിട്ട് വലിച്ചാൽ എന്താ സംഭവിക്കുന്നത്? പുകവലി നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പെട്ടെന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഒരു ഹാർട്ടിൻ്റെ ആ ബ്ലഡ് ഫ്ലോ ഉണ്ടല്ലോ, സ്റ്റിക്കി ആവുന്ന പോലെയാണ്. ഹൃദയത്തിൻ്റെ നിന്ന് വരുന്ന ആ രക്തയോട്ടം കുറയുക, ഹാർട്ട് കുറച്ചും കൂടി രക്തം കട്ടപ്പിടിക്കാനുള്ള സാധ്യത, ക്ലോട്ട് ഫോർമേഷൻ കൂട്ടുക എന്നാണ്. പിന്നെ നിക്കോട്ടിനുള്ള അംശം ഹൃദയത്തിൻ്റെ രക്തധമനികളൊക്കെ ചുരുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂട്ടുന്നുണ്ട്.